മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. പൂവുകൾക്ക് ഒരു വളർത്തമ്മ. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നിയ കറയറ്റൊരാലസൽ ഗ്രാമഭംഗികൾ എന്നേ നമുക്ക് നഷ്ടസൗഭാഗ്യങ്ങളായിരിക്കുന്നു. ഇളം തെന്നലിൻ്റെ കുഞ്ഞലകളിൽ ഓളമിട്ടൊഴുകി വരുന്ന അരിയൊരു സുഗന്ധത്തിലൂടെ ചെറുചിത്രശലഭങ്ങളായി തെന്നിത്തെന്നി പറന്നുല്ലസിക്കാൻ പ്രേക്ഷകർക്കൊരു വഴിയൊരുക്കുന്നു ഇന്നത്തെ നൂറുമേനി. ഒരു ഉദ്യാനപാലകയുടെ ആത്മനിർവൃതി ശീതളിമ പകരുന്ന ഈ പൂവാടി നടുവിലെ ഈ സ്വപ്നസൗധം ആരെയാണ് ആനന്ദപുളകിതരാക്കാതിരിക്കുക? ഇത് എറണാകുളം ജില്ലയിൽ എടവനക്കാട് കൊല്ലിയൽ KM അബ്ദുൾ മജീദിൻ്റെയും സഹധർമ്മിണി നെജ്മയുടെയും ആനന്ദഭവനം. 40ഓളം സെന്റ് വ്യാപിച്ചു കിടക്കുന്ന പൂന്തോട്ടം. പൂക്കളെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ കാണില്ല. പക്ഷേ പൂക്കളോടുള്ള സ്നേഹം മൂലം ഒരു പൂവാടി തീർത്ത് അവയ്ക്കിടയിൽ പുന്നാരം പറഞ്ഞും അവയെ പരിലാളിച്ചും തൃപ്തി അടങ്ങാതെ ജീവിക്കാൻ ഒരുപക്ഷെ ഈ നെജ്മ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സഹധർമ്മിണി ഒരുക്കുന്ന സ്വപ്നഭൂമിയിലൂടെ ഒഴുകി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനാണ് ഭർത്താവെങ്കിലോ പിന്നെന്തു പറയാൻ. അബ്ദുൾ മജീദ് നെജ്മ ദമ്പതികൾ. നമ്മൾ ഈ വീട് താമസമാക്കിയിട്ട് 30 വർഷമായി. അപ്പോൾ ആ സമയത്ത് വീടിനൊരു പൂന്തോട്ടം വേണമല്ലോ എന്ന് കരുതിയിട്ട് വളരെ ചെറിയൊരു പൂന്തോട്ടം തുടങ്ങി. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നീട് അതിനോടുള്ള ഇഷ്ടം കൂടിക്കഴിഞ്ഞപ്പോൾ ആ പൂന്തോട്ടം വലുതാക്കി. ഇപ്പോൾ ഏതാണ്ട് ഈ നമ്മുടെ പുരയിടം മുഴുവൻ ചെടികളും മറ്റ് എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവരാണ് അതിൻ്റെ ഒരു പ്രധാന വ്യക്തി. ഇത് മുഴുവൻ ചെയ്യുന്നതും പൂന്തോട്ടത്തിൽ ചെടി നടുകയും ചെടി അതിന് നനയ്ക്കുകയും വേണ്ട പരിചരണങ്ങൾ ചെയ്യുന്നതുമൊക്കെ എൻ്റെ ഭാര്യ നെജ്മയാണ്. ഞാനതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഇതിൻ്റെ ഒരുക്കൽ, ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷൻ, മറ്റു കാര്യങ്ങളെല്ലാം പൂർണ്ണമായി എൻ്റെ ഒരു ഡിസൈനിലും എൻ്റെ ഒരു താല്പര്യത്തിലാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറേ വലുതാകാൻ. അപ്പോൾ ആ വലുതായ പ്രദേശത്ത് മുഴുവൻ ചെടികൾ ഉണ്ടാക്കുക, ചട്ടി വെക്കുക, ബാക്കി എല്ലാ ഡിസ്പ്ലേ, അതിന് ഷെഡ് ഉണ്ടാക്കുക, ഇതെല്ലാം അവരുടെ ഒരു പ്രയത്നത്തിൽ ചെയ്തു വരികയാണ്. അപ്പോൾ വിവിധയിനം ചെടികൾ ഈ കാലത്ത് ഏതാണ്ട് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാത്തരം അലങ്കാര ചെടികളും പൂച്ചെടികളും നമ്മളുടെ ഈ ഗാർഡനിലുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെയാണ് തോന്നുന്നു എനിക്ക് ഈ തവണത്തെ ഉദ്യാനശ്രേഷ്ഠ അവാർഡ് ഞങ്ങളുടെ ഈ തോട്ടത്തിന് ലഭിച്ചത്. ചെറിയൊരു പൂന്തോട്ടത്തിൽ തുടങ്ങി
30 വർഷത്തെ നിരന്തരവും ഏകാഗ്രവുമായ ഒരു തപസ്യയുടെ ഊർജപ്രസരണം ഇവിടെ ഏവർക്കും അനുഭവവേദ്യമാവുക തന്നെ ചെയ്യും. എന്നാൽ ഇതൊരു കഠിന പ്രയത്നമല്ല എന്നതിൽ തർക്കവുമില്ല. ഈ ഉദ്യാനത്തിന്റെ പൂർണ്ണ മേൽനോട്ടം നജ്മയ്ക്ക് തന്നെയാണ്. പ്ലോട്ട് ഡിസൈനിംഗ്, ചെടികളുടെ ക്രമീകരണം എന്നിവയിൽ അബ്ദുൾ മജീദിന്റെ നിർലോഭമായ സഹകരണം നജ്മയുടെ കരുത്തായി വർത്തിക്കുന്നു. പ്രിയതരമായ വൻ വൃക്ഷങ്ങളെയെല്ലാം നട്ടുപിടിപ്പിക്കാൻ പറമ്പിന് വിസ്താരം പോരാഞ്ഞിട്ടാണോ അതോ അനിതര സാധാരണമായ കുതൂഹലം കൊണ്ടാണോ എന്നറിയില്ല, 200-ൽ പരം ബോൺസായി വൈവിധ്യങ്ങൾ ഈ പൂന്തോട്ടത്തിന് മാറ്റുകൂട്ടി അവിടെവിടെയായി വരിവെച്ചു നിൽക്കുന്നു. ഞാൻ ഈ പൂന്തോട്ടം ഒരുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷത്തിന് മേലെയായി. അന്ന് ഇത്രയും ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ചെയ്തു വന്നിട്ടാണ് ഇപ്പോൾ അതിൽ നിന്നുള്ള ചെറിയ ചെറിയ വരുമാനം കൊണ്ടാണ് ഞാൻ ഇത്രയും വിപുലമായിട്ട് ചെയ്യുന്നത്. തായ്ലാൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഓർക്കിഡുകളൊക്കെ. അത് ഞാനിവിടെ കൊണ്ടുവന്ന് ഓടും കരിയും നിറച്ചിട്ടാണ് പോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡെൻഡ്രോബിയത്തിന് കുറച്ച് വെയിലാണ് നല്ലത്. പിന്നെ കാറ്റ്ലിയ, ഓൺസീഡിയം, ഫെലനോപ്സിസ്, അങ്ങനെ കുറച്ച് വെറൈറ്റികളുണ്ട്. ഹാങ്ങിങ് വാൻഡുകൾ, മൊക്കാറ, ഈ വെറൈറ്റികളൊക്കെ ഉണ്ട്. മൊക്കാറയ്ക്ക് കുറച്ച് വെയിലാണ് നല്ലത്, മറ്റേ ഇതിനൊക്കെ കുറച്ച് വെയിൽ കുറവ് മതി. അത് നമ്മളെല്ലാം ഓരോന്നും ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ വെയിൽ കൂടുതൽ വേണ്ടത് വെയിലത്തും വെയിൽ കുറവ് വേണ്ടത് കുറച്ച് ഉള്ള സ്ഥലത്തുമാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി തണലായി പോയാൽ പൂക്കൾക്ക് കളറ് കുറഞ്ഞു പോകും. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വളം സ്പ്രേ ചെയ്യും. അത് വേപ്പും പിണ്ണാക്കും കപ്പലി പിണ്ണാക്കും പൊളിപ്പിച്ചിട്ട് അത് ഒഴിക്കും. പിന്നെ പച്ചച്ചാണകം കലക്കിയിട്ട് അത് തെളിഞ്ഞ് കഴിയുമ്പോൾ അതും സ്പ്രേ കൊടുക്കും. പിന്നെ ബോഗൺവില്ല, ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനെ കുറേ ചെടികളുണ്ട്. ബോഗൺവില്ലയ്ക്ക് നല്ല വെയിലാണ് വേണ്ടത്. അതിന് ചാണകം, സെറാമില്ല് ഇങ്ങനെയുള്ള വളങ്ങളാണ് കൊടുക്കാറ്. അത് പ്രൂൺ ചെയ്ത് നിർത്തുന്നതിലാണ് അതിൻ്റെ ഭംഗി. പിന്നെ ചട്ടികളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം പെയിൻറ്റിങ് നടത്തും. അത് ഞാൻ തന്നെയെല്ലാം ചെയ്യുന്നത്. വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൊട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മൊട്ട് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം ചൂട് തട്ടാൻ പാടില്ല മൊട്ടുകൾക്ക്. ആ ചൂട് ക്രമീകരിക്കാനായിട്ട് നമ്മൾ തറ കുറച്ച് നനച്ചു കൊടുത്താൽ മൊട്ടുകൾ കരിയാതിരിക്കും. ഒരു തണ്ടിൽ നിന്ന് ഒരെണ്ണം വരുള്ളൂ എന്ന് ചിലവർക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയല്ല, നമ്മൾ വളം കൊടുത്തുകൊണ്ടിരുന്ന വന്നതിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് വളം കുറഞ്ഞു പോയാലാണ് വരാതിരിക്കുന്നത്. വളം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ചെടിക്ക് ഇഷ്ടം പോലെ മുട്ടുകളും വരും, പൂക്കളും വിരിയും. ഓർക്കിഡിന് മാധ്യമമായി കരിക്കട്ടയും ഓടുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇക്വിറ്റാൻസ് ഇനത്തിന് കരിയും ഓടും വേണ്ട. പഴവർഗ്ഗച്ചെടികളായ ഓറഞ്ച്, മൊസാമ്പി, മുന്തിരിപ്പേര, സപ്പോട്ട, ചെറുനാരകം, ചെറി, എളന്തപ്പഴം എന്നിവ മാത്രമല്ല, വൻവൃക്ഷങ്ങളായ പേരാൽ, അരയാൽ എന്നിവയും ഇവിടെ നജ്മ അബ്ദുൾ മജീദ് കുടുംബത്തിൻ്റെ സ്നേഹവാത്സല്യത്തിനു മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് കൗതുകകരമായ കാഴ്ച തന്നെയാണ്. ഇതിനെ ഡാൻസിങ് ഗേളെന്നും ഡാൻസിങ് ലേഡി എന്നും പറയാറുണ്ട്. ഓൺസീഡിയം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ഇതും തായ്ലാൻഡിൽ നിന്ന് വരുന്ന ചെടിയാണിത്. ഇതിന് നമുക്ക് ഒത്തിരി തൈകൾ ഇങ്ങനെ വരുമ്പോഴും എടുത്ത് മാറ്റി വെച്ചാൽ ഒത്തിരി ആക്കി എടുക്കാനും സാധിക്കും. ഇത് കോമ്പാക്റ്റാന്ന് പറയും. ഇതിനധികം ചെടിക്ക് വലിപ്പം ഉണ്ടാവില്ല, ഇഷ്ടം പോലെ പൂക്കളും കൊലകളും ഉണ്ടാവും. അത് തന്നെയാണ് ഇതിലും ഇഷ്ടം പോലെ പൂക്കളും മൊട്ടുകളും ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ഒരു 100 പേർക്ക് ചെടി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ എല്ലാവർക്കും ഒരു 80 പേരോളം ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സും പരിചരിക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും പറയുകയും ചെയ്തു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഇത് പോട്ട് ചെയ്യണത് ഞാൻ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൽ ഒരു ചെടി വെച്ച് ഓടും കരികളും പൊട്ടിച്ച്
അതിലിട്ട് കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ ഈ വേരിന് മുകളിൽ അടിയിലേക്ക് മാത്രമേ ഓടും കരികളും നിറയ്ക്കാവുള്ളൂ. ഇത് മൂടി പോകാൻ പാടില്ല. ഇതിൻ്റെ തണ്ടുകൾ മുകളിൽ തന്നെ നിൽക്കണം. പിന്നെ വളം കൊടുക്കുന്ന രീതികളും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ തൈകൾ തിരിക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന തൈകൾ മാത്രമേ മുറിച്ചെടുക്കാൻ പാടുള്ളൂ. അത് ചെടിയുടെ തണ്ടിന് മുറിവേൽക്കാൻ പാടില്ല. അത് മുറിവേറ്റാൽ അത് ചീഞ്ഞ് ഇത് ഫുള്ളായിട്ട് ചീഞ്ഞു പോകും. അതിന് സൂഡോമോണാസ് നമ്മൾ 1 ലിറ്ററിൽ 3 മില്ലി ആണ് കലക്കി ഇതിൽ ചേർക്കുന്നത്. അതിൽ ഒഴിച്ചു കൊടുക്കണം. അത് മാസത്തിലൊരിക്കൽ നമ്മൾ സൂഡോമോണാസ് അതല്ലെങ്കിൽ ഇൻഡോഫിൽ ഇത് നമുക്ക് അത്യാവശ്യമാണത്. അല്ലെങ്കിൽ ഓർക്കിഡ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. ദിവസത്തിൽ 1 പ്രാവശ്യം നനയ്ക്കണം. ഓസ് കൊണ്ടാണ് നമ്മൾ നനയ്ക്കണത്. ഓസ് ഇല്ലാത്തവർക്ക് ഇപ്പോൾ പൂപ്പാട്ട ഉപയോഗിച്ചിട്ടും നനയ്ക്കാം. അത് പൂക്കളിൽ വെള്ളം വീഴാതിരിക്കുകയാണെങ്കിൽ പൂക്കൾ ഒരുപാട് നാൾ നല്ല ഫ്രഷായിട്ടിരിക്കും. നനച്ച് കഴിഞ്ഞാൽ പൂക്കളുടെ പോളിക്യാപ്പിൻ നഷ്ടമായി പോകും. അപ്പോൾ പൂക്കൾ ഈടില്ലാതെ നശിച്ചു പോവുക ചെയ്യാറ്. സപ്തവർണ്ണങ്ങളിലും അവയുടെ സങ്കരവർണ്ണങ്ങളിലും നയനാഭിരാമമായി വിടർന്നു വിലസി നിൽക്കുന്ന മഞ്ജരീവാഹികളായ ഓർക്കിഡുകൾ. എത്ര മനോമോഹിനികൾ, എത്രയെത്ര വൈവിധ്യങ്ങൾ! ക്രിസ്തീയ മണവാട്ടി പെണ്ണിനെ പോലെ ശുഭ്രാംബരയും കൂട്ടത്തിലുണ്ട്. പച്ചപ്പുകൾക്കിടയിൽ പമ്മയിരുന്ന് കൗതുകത്തോടെ നമ്മെ നോക്കുകയാണോ ഈ ആഫ്രിക്കൻ വയലറ്റ്? ഇത് ഫെലനോപ്സിസ് ആണിത്. ഇതിന് വെള്ളം അധികം പാടില്ല, 1.5 നനയ്ക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ പൂക്കൾ കാണാൻ ചിത്രശലഭത്തെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ. അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും അധികം വെയിലില്ലാത്ത ഭാഗം നോക്കി വേണം ഇടാനായിട്ട്. പിന്നെ ഇതിന് വളം ആഴ്ചയിൽ 2 പ്രാവശ്യം വളം കൊടുക്കും. മാസത്തിൽ 2 പ്രാവശ്യം ഇൻഡോഫിൽ അല്ലെങ്കിൽ സൂഡോമോണാസ് കലക്കി ഇതിലൊഴിക്കണം. എന്നാലാണ് ഈ ചെടി കയറി വരുള്ളൂ. ഇതിൻ്റെ അകത്തും ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. പൂക്കൾ മുഴുവൻ തിന്ന് നശിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിന് സ്നെയിൽ പല്ലറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ പൂക്കൾ വിരിയില്ല. മുട്ട് മുഴുവൻ തിന്ന് തീർത്ത് കളയും. ഇതിൽ മാസത്തിലല്ല 2 മാസം കൂടുമ്പോൾ ഒരു സ്നെയിൽ പല്ലറ്റ് ഇതിൻ്റെ അകത്ത് ഇടണം. അല്ലെങ്കിൽ നമുക്ക് ഒച്ച് തിന്ന് ചെടികളും നശിപ്പിക്കും, പൂക്കളും ഒക്കെ നശിപ്പിച്ച് കളയും. ഓർക്കിഡിന് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതികൾ അതിന് കൃത്യമായ നന, വളം, അതിന് ആവശ്യമായ ഓരോ ചെടികൾക്ക് ആവശ്യമായ അതിൻ്റേതായ വെയിൽ. അതാണ് വെയിൽ കുറഞ്ഞ ചെടികൾ ആ ഭാഗത്ത് മാറ്റി വയ്ക്കുക. ഈ ചെടികൾക്കൊക്കെ നല്ല വിലയുണ്ട്. 1000 രൂപ തൊട്ട് 1500 രൂപ വരെയും ചെടികൾക്ക് വിലയുണ്ട്. ഏറ്റവും ചെറിയ തൈകൾ തന്നെ നല്ല വെറൈറ്റിക്ക് 500 രൂപ കൊടുത്താലേ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. ഇത് എനിക്ക് 500-ൽ പരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 300 എണ്ണത്തോളം ആയിട്ടുണ്ട്. അതിങ്ങനെ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകണതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞത്. ഇത് വലിയൊരു കൊല മുട്ടായിരുന്നത് വന്നിട്ടിപ്പോൾ ഈ 3-4 പൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഒച്ച് തിന്ന് തീർത്തതാണ് ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം. അതിന് ശേഷം ഒച്ചിൻ്റെ മരുന്നിട്ടതിന് ശേഷമാണ് പിന്നെ ഈ മുട്ടുകൾ വിരിയാൻ തുടങ്ങിയത്. ആ ഒച്ച് ചത്തുപോയതുകൊണ്ടാണ് പിന്നെ ഈ മുട്ട് ഇത്രയായി നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഈ ചട്ടിയിൽ നിന്ന് എടുത്ത ഒച്ചാണ് 3-4 ഉണ്ടായിരുന്നു. അതാണ് ഈ പാത്രത്തിൽ കിടക്കുന്നത്. ഇത് മുഴുവൻ തിന്ന് നശിപ്പിച്ചപ്പോഴാണ് ഈ ഒച്ചുണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ പെല്ലറ്റ് ഇട്ടത്. പെല്ലറ്റ് ഇട്ട് ഒച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടു. ഫെലനോപ്സിസിന്റെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെ സമാഹരിച്ചിരിക്കുന്നു. 100ഓളം വരും ഓർക്കിഡ് ഇനങ്ങൾ. തറയിൽ മാത്രമല്ല, വീടിന്റെ പുറം ചുമരുകളിലും ഓർക്കിഡ് ചട്ടികൾ ഭംഗിയായി പിടിപ്പിച്ചിരിക്കുന്നു. നിന്റെ തീക്ഷ്ണമായ നോട്ടം ഞങ്ങളിൽ പതിയരുതേ എന്ന് സൂര്യനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തിരുനീട്ടിയ ചിരാതുകളുമായി നിരന്നു പടർന്നു നിൽക്കുന്ന ആന്തൂറിയം വൈവിധ്യങ്ങൾ വിസ്മയാവഹം തന്നെ. അവയ്ക്കൊരുക്കിയ ഒരു വിശാലമായ ഗ്രീൻ ഹൗസും. ഏകദേശം 70 ഇനം ബോഗൻവില്ല വൈവിധ്യം ഈ ആരാമത്തിന് വശ്യഭംഗിയേറ്റി വിലസുന്നു.